എന്റെ പൊന്ന് ലച്ചു, നമ്മൾ ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇച്ചിരി ലേറ്റ് എന്നൊക്കെ ഇരിക്കും. എന്തോരം തിരക്കാ പുറത്തു നിനക്ക് വല്ല പിടിയുണ്ടോ? നമുക്ക് ഈ സമയത്ത് പിടിച്ചു നിർത്താനുള്ള കഴിവില്ലല്ലോ. ആനി പിടിച്ചു നോക്ക്, ചിലപ്പോ സമയം നിൽക്കുമായിരിക്കും. ലച്ചൂസേ, ഒന്നാമത്തെ കാര്യം പകലിനൊന്നും ഒരു ഡ്യൂറേഷൻ ഇല്ല ഇപ്പം. എന്നൊരു കാര്യം ചെയ്, 2 കൈയും കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടുക, അപ്പൊ ചിലപ്പോ ഡ്യൂറേഷൻ കിട്ടും. ലച്ചൂസിന്റെ കോമഡി. ஐயோ என்ன சித்து இது எல்லா பொருளும் வாங்கிட்டு வந்தல. ഓ கஷ்டாச்சு. ഭയങ്കര കഷ്ടമാச்சு. കുഴിപ്പളത്തേക്കുള്ള മരുന്ന് മേടിക്കേ. അത് കഴിഞ്ഞിട്ട് പലവ്യഞ്ജന കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ നിൽപ്പോ അവിടെയും തിരക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് റോട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണ്ടേ? മൊത്തം ട്രാഫിക്. അതെ അതെ അതെ, ഭയങ്കര തിരക്ക്. ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. அதெல்லாம் விடுங்க, குடுப்பா. நீங்க என்னைக்கு குழிப்பளத்துல போறீங்க? കുഴിപ്പളം. ലച്ചൂസേ, നമ്മൾ എന്താ കുഴിപ്പളത്ത് പോണേ? ഇനി അതും ഞാൻ തീരുമാനിക്കണോ? പിന്നെ അത് ലച്ചു തന്നെ തീരുമാനിക്കണം. ലച്ചു തീരുമാനിക്കുന്നത് തന്നെയാണ് എന്റെയും തീരുമാനം. എന്റെ ഭാര്യ വരയ്ക്കുന്ന ഭാര്യയുടെ അപ്പുറം ഇപ്പുറം ഞാൻ നീങ്ങത്തില്ല. അതിപ്പോ ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഭാര്യയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. அச்சடா எவ்வளவு பாசம் பாரு. லெச்சு உன்னோட பாக்கியம் தான். ആന്റിക്ക് എന്തോന്ന് ആന്റി, ഇവൻ പറഞ്ഞേക്ക് ആന്റി വിശ്വസിച്ചാ? സിദ്ധുവേ, എനിക്കും ബുദ്ധിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെക്കാളും കാഞ്ഞ ബുദ്ധിയാണ് നിനക്കെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ കള്ളത്തരം മൊത്തം ഞാൻ കയ്യോടെ പൊക്കി. കള്ളത്തരോ? എന്തോന്ന് കള്ളത്തരം? ലച്ചു, നിന്റെ ഈ പൊള്ളത്തരം നിറഞ്ഞ വർത്തമാനമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. ചക്കര വന്നു. ஐயோடா, அது எப்படி மறப்பான்? நீ என்ன சொன்னாலும் கண்டிப்பா சித்து கொண்டு வருவான். அவ்வளோ பாசம் சித்துக்கு உங்ககிட்ட. എനിക്ക് പാറോസിനോട് മാത്രമല്ല എല്ലാരോടും ഒരേ സ്നേഹം. ആന്റി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടാ. அது எனக்கு தெரியும், எல்லார்ட்டையும் ரொம்ப பாசம்னு. സിദ്ധു മേടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, അളിയൻ മേടിക്കും. അളിയ മേടിച്ചോ? പാറൂസേ, പാറൂസ് എന്തുവായിരുന്നു എന്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞേ? അളിയ അത് പറഞ്ഞ ഞാൻ കളറും പേപ്പറും ഒക്കെ അല്ലേ മേടിക്കാൻ പറഞ്ഞേ. നീ മേടിച്ചില്ലയോന്ന് പറ. മേടിച്ചോ? മേടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ ഇല്ലയോ? പാറൂസേ, നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചോണ്ട് കിടക്കുന്നേ. 100,000 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനില്ലേ? വാങ്ങിച്ചില്ലല്ലേ? അല്ല, അളിയൻ മേടിച്ച്. അളിയൻ എന്നെ കളിപ്പിക്കുന്ന താമോനെ താ. മോനേന്നാ? ഞങ്ങള് ചങ്ക് ബ്രോസാ. എന്നാ ചങ്ക് ബ്രോ, ആ മേടിച്ച സാധനം കൊടുക്ക. എന്റെ ചങ്കിന് ഞാൻ എന്തോരം സാധനങ്ങളാ കുഞ്ഞെ മേടിച്ചു തന്നേക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ മേടിച്ചു തന്ന ക്രയോൺസും കളർ പേപ്പറും ഒക്കെ എന്ത് ചെയ്തു? നീ തിന്നാ? അതാണ് എനിക്കുള്ള ഡൗട്ട്. കുറച്ചു ദിവസം മുന്നേ അല്ലേ ഞാൻ നിനക്ക് കളറിംഗ് പേപ്പറും ക്രയോൺസ് ഒക്കെ മേടിച്ചെന്ന്? അതെന്ത്? അതിന് മാഡത്തിന് എന്തോരം കിട്ടിയാലും മതിയാവൂലല്ലോ. മേടിച്ചോ ഇല്ലയോ? എങ്കി പിന്നെ അതങ്ങ് പറഞ്ഞാ മതി. നല്ല കലിപ്പിലാണ്, നല്ല അഹങ്കാരം.